ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ യേശു നബിയൊക്കെ ആണെങ്കിൽ ഈ 16,108 ഭാര്യമാരെ എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മൾ കളിയാക്കണ ഭാര്യമാരൊന്നല്ല. ഭാര്യ എന്നുള്ള പദത്തിന് എന്താ കൃത്യമായിട്ട് അർത്ഥം? ഒരു മലയാള പദം പറയും, സന്തത സഹചാരി, അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആശയവിനിമയങ്ങളും നമ്മൾ ഇറക്കി വെക്കണതും അല്ലെങ്കിൽ നമ്മളെല്ലാം ഇടപഴകുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഈ കൃഷ്ണൻ പറയണത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ 16,108 ഭാവങ്ങളിലായിട്ട് നിങ്ങളിലെല്ലാം ഞാനുണ്ട് എന്നാണ്, സന്തത സഹചാരിയായിട്ട്. അപ്പം 16,108 സ്വഭാവങ്ങളുണ്ടെന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിലാണ് താങ്കൾ ഈ പറയുന്ന ശത്രുതാ മനോഭാവം ഉണ്ടോ, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തന്നെയാണ്. ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അത് വിപരീതമായി തീരുമ്പോൾ നമുക്ക് നമ്മളോടൊന്നൊരു വിരോധം തോന്നും. ചില സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമുക്ക് തോന്നാം. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? അത് നമ്മുടെ ഉള്ളിനുള്ളിലുണ്ട്. ഇത് നല്ല ആശയത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല ആൾക്കാരായിട്ടുള്ളൊരു ഇടപഴകലാണ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോവും. ഇതിൻ്റെ ഇടയിൽ താങ്കളുടെ കുട്ടി വന്നിട്ട് അതാണെന്ന് പറയുമ്പോൾ താങ്കൾ ഡിസ്റ്റർബ്ഡായി. അല്ലെങ്കിൽ ഭാര്യ വന്നിട്ട് പറയണം മകൻ അവിടെ പോയിട്ട് ഇതായിട്ട് തല്ലുകൂടി അല്ലെങ്കിൽ എന്നത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആകെ ചെറിയ വിഷമായി. പിന്നെ അത് ചെന്നിട്ട് ഒന്ന് പരിഹരിച്ച് വരുമ്പോൾ നമുക്കത് പോസിറ്റീവായി. പിന്നെ അപ്പോൾ ഈ ഭാവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. നമ്മൾ ഇന്ന ആൾക്കാരുടെ സാന്നിധ്യത്തിൽ we are very happy. മറ്റു ചിലരെ കാണുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ഉണ്ടാവും തീർച്ചയായിട്ടും വരും. ഈ സമാന സ്വഭാവക്കാരായിട്ടുള്ള തീർച്ചയായിട്ടും അവിടെയാണ് താങ്കൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഒരു ഉദാഹരണത്തിന് ഓർഗാനിക് ഒരു സ്ത്രീ തമിഴ്നാട്ടിൽ നിന്ന് അവർ വന്നിട്ട് ജീവിതത്തിന് വില ഇതൊന്നുമില്ല. അങ്ങനെ അവർക്ക് അവസാനം ചില പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഭർത്താവ് ഈ മിലിറ്ററിയിൽ 15 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയാം കുറേശ്ശെ. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആദ്യം വന്നു. ഇവർക്ക് എന്താണ് അവർ പറയുന്നത് വെച്ചാൽ, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വളം പഞ്ചഗവ്യാണ്. ഈ പശുവിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഗോമൂത്രം, ചാണകം, നെയ്യ്, തൈര്, പാല്, ഇത് കൂടിയിട്ടുള്ള മിശ്രിതമാണ് ലോകത്തിലെ ഏറ്റവും നല്ല വളം. ഈ വളം കൊണ്ട് സുനാമി തീരത്തെ തമിഴ്നാട്ടിലെ കൃഷിയിടം അവർ 4 ഏക്കർ സ്ഥലം അവർ കൃഷിയോഗ്യമാക്കി. കർഷക ശാസ്ത്രജ്ഞന്മാർ വിധി എഴുതി 10 കൊല്ലം പറ്റില്ല എന്ന് തള്ളിയിട്ടുള്ള സ്ഥലത്ത് ഇവർ കൃഷിയോഗ്യമാക്കി 4 മാസം കൊണ്ട്. ഇവരെ സാക്ഷാൽ അബ്ദുൽ കലാം അന്ന് രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് ഇവരെ ഇന്തോനേഷ്യയിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ഇവരെ ശ്രീലങ്കയിലേക്ക് പറഞ്ഞയച്ചു. അവർ ശ്രീലങ്കയിൽ നിന്ന് 1 മാസത്തിൻ്റെ ഉള്ളിൽ പോരേണ്ടി വന്നു. ആ പുലിയെ അദ്ദേഹത്തിനെ കൊല്ലേണ്ട ആ സമയമായിരുന്നു. തിരിച്ചാ വിചാരിതമായിട്ട് പോരേണ്ടി വന്നു. ഒന്നും വേണ്ട, ഇദ്ദേഹത്തിനെ ഇവിടെ ഞങ്ങളുടെ ഇല്ലത്ത് വന്ന സമയത്ത് ഞാൻ അപ്പോൾ ഒരാളെ പറ്റിയിട്ട് ആലോചിച്ചു. ഇവിടെ വെള്ളായണി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, ഞാൻ ആരെയും ഫോൺ നമ്പർ മേടിച്ച് വയ്ക്കാറില്ല. അദ്ദേഹത്തിന് ഒന്ന് എന്തായാലും നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ, ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ അദ്ദേഹത്തിന് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ ഡോക്ടർ പിറ്റേ ദിവസം വിളിക്കുകയാണ് എന്നെ. തിരുമേനി അവിടെ ഇല്ലേ? ഗുരുവായൂർ വരുന്നുണ്ട്, തൊഴാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, താങ്കൾ ഇന്നലെ ഇന്ന സമയത്തല്ലേ വിളിക്കാൻ ആലോചിച്ചത്? അതെ. അതെങ്ങനെയാണ് തിരുമേനി മനസ്സിലായത്? വേണ്ട, വരുമ്പോൾ പറയാം. അപ്പോൾ മനസ്സിലാവണം, ഇദ്ദേഹത്തിനും ഇപ്പം ഈ ഡോക്ടർക്കും ഈ ജൈവ കൃഷിയിൽ വളരെയധികം അദ്ദേഹം റിസർച്ച് നടത്തുകയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുകളിൽ ജൈവ കൃഷിയായിട്ട് എല്ലാ സംഗതികളും കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമാന ചിന്താഗതിയുള്ള ആൾക്കാരുടെ ചിന്താഗതി വരുമ്പോഴാണ് ഇതിനൊരു വേവ് ലെങ്ത് എന്നാണോ ഈശ്വരൻ എന്നാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അവസാനമായിട്ടൊരു ചോദ്യം, ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ രാജ്യ ഭരണത്തെക്കുറിച്ചുള്ളൊരു
ജ്യോതിഷം സാറ് പറയാറുണ്ട്, ഇന്ന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരും, ഇന്നവർക്ക് താഴ്ചയുണ്ടാവും, ഇന്ന നേതാക്കൾക്ക് ഉയർച്ചയുണ്ടാവും. അപ്പോൾ അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ചിന്തിക്കലുണ്ടായിട്ടില്ല, ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അതിനെ പറ്റിയിട്ട് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്, ജ്യോതിഷിയെ സംബന്ധിച്ച് ആ വ്യക്തികളോ ആവശ്യക്കാരോ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരായാലും കുടുംബമായിട്ടുള്ള ആൾക്കാരായാലും രാജപ്രശ്നം എന്നുണ്ട്. അന്വേഷിച്ച് ചെന്ന് അവരെ അന്വേഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. രാജപ്രശ്നം ചെയ്യാന്ന് പറയാറുണ്ട് സാർ. ഉദാഹരണത്തിന് ഒരു 10-11 കൊല്ലം മുമ്പേ സമകാലിക മലയാളം വാരികയ്ക്ക് വേണ്ടി ഇല്ലത്ത് വെച്ചിട്ട് രാജപ്രശ്നം വെക്കുന്നുണ്ടായി. അന്ന് 10-11 കൊല്ലം മുമ്പ് ഇല്ലത്ത് വെച്ചിട്ടുണ്ടായത്. അതേപോലെ ആൾക്കാരാരെങ്കിലും വന്നു എന്ന് വരികിൽ അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് നോക്കാം, അല്ലാതെ അതിനെ പറ്റി ചിന്തിച്ച് നോക്കണ്ടായില്ല വാസ്തവത്തിൽ. അങ്ങനെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഈ അദ്ദേഹത്തെ അവസാനമായിട്ട് കുമാരനാശാൻ കാണാൻ വന്നപ്പോ കുമാരനാശാൻ ഇനി ആയുസില്ല എന്നുള്ളത് ഗുരുവിനെ അറിയാമായിരുന്നു പറഞ്ഞു. എന്നും കാണാൻ കൂട്ടാക്കുന്ന ആൾ കാണാൻ കൂട്ടാക്കിയില്ല, ഉറക്കം നടിച്ചു കിടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കുമാരൻ പോകരുത്, ഇവിടെ നിൽക്കണം, പോയാൽ ബോട്ടിൽ പോവും, ബോട്ടിൽ പോയാൽ അവിടെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പോയി മരിക്കുകയും ചെയ്യും. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ആയുസ് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? ആയുസ് പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് പറയുന്ന ആൾക്ക് ദോഷമുണ്ടോ? പറയുന്ന ആൾക്ക് ദോഷമൊന്നുമില്ല. ആ വ്യക്തിക്ക് നമുക്കതീതമാണ് ശക്തി. ഞാൻ ആദ്യമായി പറയണു, ഞാൻ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നോ ശരിയാവും എന്നുള്ള ഒരു ധാരണയില്ല. നമ്മളല്ല പറയുന്നതെന്നുള്ളൊരു ബോധത്തോടു കൂടി ശാസ്ത്രത്തിനെയും ഗുരുകാരണവന്മാരെയും നല്ലോണം വന്ദിച്ച് ഈശ്വരനെ സമർപ്പിച്ചും കൊണ്ട് നമ്മളത് പറഞ്ഞാൽ അതവിടെ ഫലം ഉണ്ടാവും. ആയുസിനെ പറ്റി കാലക്കേടുണ്ട്, ദോഷമുണ്ട്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കുണ്ടും കുഴിയുള്ള വഴിയാണ് ശ്രദ്ധിക്കണേ എന്ന് പറയും. വഴി കുണ്ടും കുഴി ഉണ്ടെച്ചാൽ നമ്മൾ പറയില്ലേ, അതേപോലെ പറയാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് ഹൃദയം തുറന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു. ജ്യോതിഷം എന്ന ശാസ്ത്രത്തെക്കുറിച്ച് അതിലെ കാര്യകാരണ സഹിതം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഒരുപക്ഷെ അതിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം, വിശ്വസിക്കാത്തവരുണ്ടാവാം. എന്നാലും മനുഷ്യരപ്പുറത്ത് ഒരു അതീതമായ ശക്തിയുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. ഇതിൽ പങ്കെടുത്ത ഈ സ്ട്രേറ്റ് ലൈനിൽ കാര്യങ്ങൾ പങ്കുവെച്ച കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന് കൗമുദി ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ കൗമുദി ചാനലിലെ ഈ ഒരു ജ്യോതിശാസ്ത്രത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് അടിസ്ഥാനപരമായിട്ട് സ്വല്പമെങ്കിലും പറയാൻ സാധിച്ചതിൽ എൻ്റെ കഴിവല്ല, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും ശാസ്ത്രത്തിൻ്റെ ശക്തിയുമാണ്. ഇതിൽ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അത് എൻ്റെ സ്വന്തമാണ്. അതിൽ കവിഞ്ഞതെല്ലാം ഉണ്ടെങ്കിൽ ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ്. ഗുരുകാരണവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ സമർപ്പിക്കുന്നു. നമസ്കാരം.